Guys, our next topic is graphics color. Okay, നമ്മളൊരു ഫ്രെയിമിലേക്ക് കുറേ ബട്ടൺസ്, ടെക്സ്റ്റ് ഫീൽഡ്, ചെക്ക് ബോക്സ്, ലിസ്റ്റുകൾ പോലുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം പഠിച്ചു. അതൊരു പ്രോഗ്രാം വൈസ് പഠിച്ചു. ഓരോ ഇവന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ ആ ഇവന്റിന്റെ ഹാൻഡ്ലിങ് നമ്മൾ, അതായത് ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളതെല്ലാം നമ്മളൊരു കോഡ്, എന്ത് കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ള ജാവ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഗ്രാഫിക്സ് കളറാണ്. അതായത് ഫ്രെയിമിൽ നമ്മൾ കമ്പോണൻസ് എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത് വരെ നമ്മൾ എത്തി. ഇനി നമുക്ക് അതിൽ കുറച്ചും കൂടി അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്സിന് നമ്മൾ ആഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ വിൻഡോ ആണ്. അപ്പം എല്ലാ ഗ്രാഫിക്സും വിൻഡോന് റിലേറ്റീവ് ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു വിൻഡോന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്? 0 അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറാണ്. നമ്മൾ കാണുന്ന വിൻഡോന്റെ, നമുക്ക് അപ്പിയർ ആവുന്ന വിൻഡോന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ, അതായത് 0 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉള്ളതാണ് ഒരു വിൻഡോന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇനി കോർഡിനേറ്റ്സിന്റെ ബേസിസിലാണ്, ഓൾസോ പിക്സൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഗ്രാഫിക്സിനെ പറയാൻ പോകുന്നത്. സോ എന്താണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്? അതിന് ഗ്രാഫിക്സ് എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗ്രാഫിക്സ് ക്ലാസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഫ്രെയിം പറഞ്ഞു, ഫ്രെയിം ക്ലാസ് പറഞ്ഞു. അപ്പോൾ ഫ്രെയിം എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി അതിലേക്ക് ഗ്രാഫിക്സ് ആഡ് ചെയ്യണം. സോ വി നീഡ് അനദർ ക്ലാസ് നോൺ ആസ് ഗ്രാഫിക്സ് ക്ലാസ്. ഓക്കെ, ഈ ഗ്രാഫിക്സ് ക്ലാസ്സിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? പെയിന്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. കാരണം ആപ്ലെറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പിയറൻസിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ GUIs എല്ലാം നമുക്ക് കൺട്രോൾസ് കാണാൻ വേണ്ടിയിട്ടും അതെല്ലാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു നമ്മൾ പെയിന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ വിളിച്ചിരുന്നത്. ഓക്കെ, ഈ പെയിന്റിലാണ് നമുക്ക് കൂടുതൽ യൂസർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. പിന്നെ ഓരോ മെത്തേഡിന്റെയും റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദിസ് ആർ ദി ബേസിക് ആയിട്ടുള്ള ഗ്രാഫിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും. ഓക്കെ, പെയിന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ദെൻ നെക്സ്റ്റ് ഈസ് എന്താണ്? നമ്മൾ എന്താണ് ഗ്രാഫിക്സ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന എന്തൊക്കെയാണ്? മെത്തേഡ്സ് ടു ഡ്രോ വേരിയസ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ്, അതായത് ലൈൻസ്, റെക്ടാങ്കിൾസ്, ആർക്കുകൾ പോലെയുള്ള ഒബ്ജക്ട്സുകളെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫിക്സ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം അല്ലെങ്കിൽ ഒരു ആദ്യം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് ഫില്ല് ചെയ്യുക, ഇതൊക്കെയാണ് ഇനി ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. അതിനൊരു കളർ സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനാണ് ഡിഫോൾട്ടായിട്ട് നമ്മൾ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓൾസോ നമ്മൾ എന്താണ്, ഒരു ഗ്രാഫിക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിൻഡോൻ്റെ ഉള്ളിൽ അതിനെ എന്തായിരിക്കണം? നമ്മൾ അതിനെ അഡ്ജസ്റ്റബിൾ ആയിട്ട് വെക്കണം. അതായത് വിൻഡോൻ്റെ ഒരു ഡയമെൻഷൻസ് എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ക്ലിപ്പായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും വിൻഡോൻ്റെ ഉള്ളിലായിരിക്കും ഒരു ഗ്രാഫിക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ലൈൻസ്, റെക്ടാങ്കിൾസ്, ആർക്സുകളൊക്കെ എങ്ങനെയാണ് വരയ്ക്കാവുന്നതും ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ, ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ഡ്രോ ലൈൻ. ഓക്കെ, കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ഡ്രോ ലൈൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ലൈൻ ഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇൻറ്റ് സ്റ്റാർട്ട് എക്സ്, ഇൻറ്റ് സ്റ്റാർട്ട് വൈ. അതായത് ഒരു ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് നമ്മൾ എപ്പോഴും തുടങ്ങുന്നത്. ഓക്കെ, അതിൻ്റെ സ്റ്റാർട്ട് എക്സ്, സ്റ്റാർട്ട് വൈ, XY കോർഡിനേറ്റ് ആണത്. അതേപോലെ തന്നെ അത് അവസാനിക്കുന്നിടത്തുള്ള ഇൻറ്റ് എൻഡ് എക്സും എൻഡ് വൈയും. ഓക്കെ, ഈ 4 പാരാമീറ്റേഴ്സ് ആണ് ഒരു ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്നത്, പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. ദെൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് റെക്റ്റാങ്കിളിനെ വരയ്ക്കുക എന്നുള്ളത്, അതിനാണ് നമ്മൾ ഡ്രോ റെക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫിൽ റെക്റ്റാങ്കിൾ, ആ പെർട്ടിക്കുലർ റെക്റ്റാങ്കിളിനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ പാസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സുകൾ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇൻറ്റ് ലെഫ്റ്റ്, ഇൻറ്റ് ടോപ്പ്. അതായത് ലെഫ്റ്റ് ടോപ്പിൽ നിന്നാണ് ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി റെക്റ്റാങ്കിൾ ആണ് ലെഫ്റ്റ് ടോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ റെക്റ്റാങ്കിളിലെ ഡയമെൻഷൻസ് ആണ് വിഡ്ത്ത് കൊണ്ടും ഹൈറ്റ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡ്രോ റെക്റ്റും ഫിൽ റെക്റ്റും. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾസ്, അതായത് അതിൻ്റെ എഡ്ജസ് എല്ലാം ഇങ്ങനെ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ വരുന്ന റെക്റ്റാങ്കിൾസിനെയാണ് നമ്മൾ റൗണ്ടഡ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത്. അത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് വോയിഡ് ഡ്രോ റൗണ്ട് റെക്റ്റ്. പിന്നെ അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് വോയിഡ് ഫിൽ റൗണ്ട് റെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പാസ് ചെയ്യുന്ന എക്സ്ട്രാ സാധാരണ റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ പാസ് ചെയ്യുമ്പോൾ ഉള്ള പാരാമീറ്റേഴ്സിനെ കൂടാതെ വേറെ 2 പാരാമീറ്റേഴ്സും കൂടെ ഉണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞു അതിൻ്റെ എഡ്ജസ് എല്ലാം ഒരു സർക്കിൾ പോലെ അല്ലെങ്കിൽ ഒരു ആർക്ക് പോലെ വരുന്നതിനെയാണ് നമ്മൾ റൗണ്ടഡ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്ററിൻ്റെയും കൂടി പാരാമീറ്റർ ആയിട്ട് ഇവിടെ പാസ് ചെയ്യണം. അതാണ് ഇൻറ്റ് എക്സ് ഡയം, ഇൻറ്റ് വൈ ഡയം എന്ന് പറയുന്നത്. ഡയം ഈസ് നത്തിങ് ബട്ട് ദ ഡയമീറ്റർ.
ഓക്കെ, അതേപോലെ തന്നെ ഫില്ല് റൗണ്ട് റെക്റ്റാങ്കിളിനെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡയമീറ്ററിനെ പാസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ റൗണ്ട് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, എക്ലിപ്സസും സർക്കിൾസും എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. സോ ഡ്രോ ഓവൽ ഷേപ്പ്. ഓവൽ ഷേപ്പിലുള്ളതിനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ വോയിഡ് ഡ്രോ ഓവൽ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ ഒരു ഓവൽ ഷേപ്പിലുള്ള വരയ്ക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, ഇൻറ്റ് ലെഫ്റ്റ് ഇൻറ്റ് ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വിഡ്ത്ത് ഹൈറ്റ്, അതായത് ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കാം. ഒരു ബൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു എക്ലിപ്സസിനെ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓവൽ എന്ന് പറയുന്ന ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു ബൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് വരയ്ക്കുന്നത്. അപ്പോഴും നമുക്ക് ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്നാണ് നമ്മൾ അപ്പർ ലെഫ്റ്റ് കോർണറാണ് സ്പെസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ലെഫ്റ്റ് ടോപ്പ് എന്ന്, കാരണം അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ദെൻ വിഡ്ത്ത് ഹൈറ്റും കൊടുക്കാം. ദെൻ ഒരു സർക്കിൾ വരക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ബൗണ്ടഡ് റെക്റ്റാങ്കിളിന് പകരം നമ്മളൊരു ബൗണ്ടഡ് റെക്റ്റാങ്കിളിനെ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കതൊരു സർക്കിളായിട്ട് കിട്ടും. ഓക്കെ, ഡ്രോ ഓവൽ എന്ന് പറയുന്നതും ഫിൽ ഓവൽ എന്ന് പറയുന്ന മെത്തേഡുകളാണ് എക്ലിപ്സസിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലിപ്സ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള മോഡൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ പാരാമീറ്റേഴ്സാണ് ഈ പാസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറയുന്ന ഇത് സ്ക്വയർ ഷേപ്പിലാണെന്നുള്ളത്, അതായത് അത് രണ്ടും സെയിം ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഡ്രോ ഓവലിന് പകരം നമുക്കൊരു സർക്കിളിനെയും കൂടി വരച്ചെടുക്കാം. അതാണ് ഈ ഇപ്പോൾ പറഞ്ഞത്. സോ ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിന് എങ്ങനെ വരയ്ക്കാം. അതായത് നമ്മൾ പറഞ്ഞു റെക്റ്റാങ്കിളിനെ കുറിച്ച് പറഞ്ഞു, ഇനി നമ്മളൊരു ആർക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ആർക്ക് വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആംഗിൾസ് എല്ലാം സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇതാണ് അപ്പോൾ വോയിഡ് ഡ്രോ ആർക്ക് എന്ന് പറയുന്നതാണ് ആർക്കിനെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര്. ദെൻ ഫിൽ ആർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കളർ വെച്ച് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല്, അതായത് അതിനെ ഫില്ല് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ഇറ്റ്സ് നത്തിങ് ബട്ട് ഫിൽ ആർക്ക് എന്ന് പറയുന്നത്. അതിന് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ഇൻറ്റ് ലെഫ്റ്റും ടോപ്പും. അത് എപ്പോഴും അത് സെയിം ആയിരിക്കും എല്ലാവർക്കും, അതായത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ രണ്ട് പാരാമീറ്റേഴ്സ് ഇസ് നത്തിങ് ബട്ട് ഇൻറ്റ് ലെഫ്റ്റ് ഇൻറ്റ് ടോപ്പ്. ദെൻ വിഡ്ത്ത് ഹൈറ്റ് ഓൾസോ, പിന്നെ സ്റ്റാർട്ടിങ് ആംഗിളും ഇൻറ്റ് സ്വീപ്പ് ആംഗിൾ എന്ന് പറയുന്ന രണ്ട് ആംഗിൾസ് ആണ് ആർക്കിനെ ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആർക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആംഗിളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അതിൻ്റെ ആംഗുലാർ ഡിസ്റ്റൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് സ്വീപ്പ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ആംഗിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഡിഗ്രീസിലാണ് നമ്മൾ ആംഗിൾസിനെ സ്പെസിഫൈ ചെയ്യുന്നത്, ആസ് വി ഓൾ നോ. ദെൻ ഒരു ആർക്കിനെ നമ്മൾ ഡ്രോ ചെയ്യുന്നത് സ്വീപ്പ് ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ആർക്കിനെ ഡ്രോ ചെയ്യുക. ക്ലോക്ക് വൈസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഡ്രോ ചെയ്യുന്നതെങ്കിൽ ആ സ്വീപ്പ് ആംഗിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ദെൻ ആർക്കിനെ വരച്ചു. ദെൻ പോളിഗൺസിന് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. ഡ്രോ പോളിഗൺ ആൻഡ് ഫിൽ പോളിഗൺ. പോളിഗൺസിന് നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണ്, എക്സ് വൈയും അറേസ്, എക്സ് വൈ അറേസിലാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പോയിന്റ്സ്, ഒരുപാട് പോയിന്റ്സ്, കാരണം പോളിഗൺസ് ആണ്. അപ്പം ഒരുപാട് പോയിന്റ്സ് ഉണ്ടാകും, അതിനെല്ലാം ഒരു അറേ ആയിട്ടാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രോ പോളിഗൺ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് പാസ് ചെയ്യുന്ന ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ എന്ന് പറയുന്ന അറേസ്, കാരണം ഒരുപാട് പോയിന്റ്സ് ആയിരിക്കും ആ അറേസിൽ. എക്സ് ആക്സിസിലുള്ള ഒരുപാട് പോയിന്റ്സിനെയാണ് ഇൻറ്റ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു അറേ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ നമ്പർ ഓഫ് പോയിന്റ്സ് ഇസ് ഡിഫൈൻഡ് ബൈ ദീസ് അറേസ് ആർ സ്പെസിഫൈഡ് ബൈ, എത്ര പോയിന്റ്സ് ഉണ്ട് ഓരോ അറേലുകളും എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റ് നം പോയിന്റ്സ് എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പോളിഗൺസ് ആണ്, ഒരുപാട് പോയിന്റ്സിന് ഉണ്ടാവും. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റ് നം പോയിന്റ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ പാസ് ചെയ്തിട്ടുള്ളത്. ഓൾസോ എക്സിലും വൈയിലും പോയിന്റ്സിനെ കാണിക്കാൻ നമ്മൾ ഒരു അറേ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ എന്ന് പറയുന്ന അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. സോ നമ്മളൊരു എക്സാമ്പിൾ പ്രോഗ്രാമിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ പ്രോഗ്രാമിൽ സാധാരണ പോലെ തന്നെ നിങ്ങൾ ഈ കണ്ടത് ഗ്രാഫിക്സ് എന്ന് പറയുന്ന പെയിൻറ്റിനെയാണ് നമ്മളിവിടെ വിളിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് വോയിഡ് പെയിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ വിളിച്ചിട്ട് ജി എന്ന് പറയുന്നതാണ് ആ മെത്തേഡിൻ്റെ പേര്. ഓക്കെ, സോറി, ഒബ്ജക്റ്റിൻ്റെ പേര്. ആ ഒബ്ജക്റ്റ് ഡോട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലൈനിനെ വരയ്ക്കുക, അതേപോലെ ബാക്കിയുള്ള എന്താ പറയുന്നത്, റെക്റ്റാങ്കിൾ വരയ്ക്കുക, റെക്റ്റാങ്കിളിനെ ഫില്ല് ചെയ്യുക, എല്ലിപ്സ് വരയ്ക്കുക, എല്ലിപ്സിനെ ഫില്ല് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫിക്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്.
നമുക്കറിയാം ആപ്ലെറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്ന ഒരു ആപ്ലെറ്റിലായിട്ടാണ്. എന്നിട്ട് ഗ്രാഫിക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ടു എന്താണ് സ്പെസിഫൈ ആൻ ഒബ്ജക്റ്റ് ഫോർ ഗ്രാഫിക്സ് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് സ്മോൾ ലെറ്റർ ജി. അപ്പോൾ ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ ജി ഡോട്ട് ഡ്രോ റെക്റ്റാങ്കിൾ, പിന്നെ ആ റെക്റ്റാങ്കിളിനെ ഫില്ല് ചെയ്യാൻ അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ഓവൽ ഷേപ്പിനെ വരക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തും വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇതിനൊക്കെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്കതിനെ വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഉണ്ട്, ആ റെക്റ്റാങ്കിളിനെ റെക്റ്റാങ്കിൾ ഫിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതിലാണ് നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഫിൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഉണ്ട്, ഓവൽ ഉണ്ട്, ദെൻ ഓവലിനെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ കാര്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രാഫിക്സിനെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ആ ഗ്രാഫിക്സ് നമ്മളിപ്പം ഗ്രാഫിക്സ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ജി എന്ന് വെച്ചിട്ടുള്ള സ്മോൾ ലെറ്റർ ജി വെച്ച് ഒബ്ജക്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സിനെ നമ്മൾ വിൻഡോയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ഗെറ്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പം കറണ്ട് വിൻഡോൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ കറണ്ട് വിൻഡോൻ്റെ സൈസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രാഫിക്സിന് നമുക്ക് എന്ത് ചെയ്യാം, റീസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും വിൻഡോൻ്റെ ഉള്ളിൽ ആയിട്ടായിരിക്കണം നമ്മളൊരു ഗ്രാഫിക്സിനെ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ ജാവ ആപ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ്, എങ്ങനെയാണ് ഗ്രാഫിക്സിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആപ്ലെറ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ആപ്ലെറ്റിലാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അതിൽ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈസ് മീ എന്ന് പറയുന്നതാണ് നമ്മളുടെ ക്ലാസ്. അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ എന്താണ് അതിൽ ചെയ്യുന്നത്, മൗസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സൈസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് മൗസ് ലിസണർ എന്ന് പറയുന്ന എന്താണ് ഒരു ഇൻ്റർഫേസിലേക്കാണ് നമുക്ക് ആ ഒരു ഇവൻറ്റിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇവൻറ്റിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ആഡ് മൗസ് ലിസണർ എന്ന് പറഞ്ഞിട്ട് ന്യൂ മൗസ് അഡാപ്റ്റർ ക്ലാസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ മൗസ് നമ്മളിങ്ങനെ വലിക്കും, അല്ലെങ്കിൽ അതിനെങ്ങനെ റെഡ്യൂസ് ചെയ്യും, റിലീസ് ചെയ്യും. അതാണ് മൗസ് റിലീസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റും കൂടി അവിടെ ജനറേറ്റ് ആവും. അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് W എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ വിൻഡോ ആണ്. വിൻഡോൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ് W എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോ എന്ന് പറയുന്നത് ഇൻറ്റ് Wയിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു എന്താണ് D എന്ന് പറയുന്ന ഡയമെൻഷൻ, അതായത് നമ്മൾ മാക്സിമം മിനിമത്തിൻ്റെ വാല്യൂയും കൊടുത്ത് ഇൻറ്റ് വാല്യൂ, എന്നിട്ട് ഡയമെൻഷൻ D എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത ഡയമെൻഷൻ എത്ര വരണം, അതായത് ആ ഡയമെൻഷനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Wയിലേക്ക് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് സെറ്റ് സൈസ്, അതെല്ലാം ഡയമെൻഷൻ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തിട്ട് പുതിയ ഡയമെൻഷനാണ് ന്യൂ ഡയമെൻഷൻ W.H എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതായത് ഗ്രാഫിക്സിന് നമ്മൾ വിൻഡോൻ്റെ ഉള്ളിൽ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ആ പുതിയ സൈസ് വെച്ചിട്ട് D = ഗെറ്റ് സൈസിലേക്ക് എന്തുണ്ടാവും, പുതിയ സൈസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന WHൻ്റെയും വാല്യൂ ഉള്ള പുതിയ സൈസ് ഉണ്ടാവും. ആ സൈസിൽ അല്ലെങ്കിൽ ആ ഡയമെൻഷനിലായിരിക്കണം ഈ ലൈനിനെ ഡ്രോ ചെയ്യാനും പിന്നെ ഡ്രോ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന മെത്തേഡിനെ വിളിക്കാനും. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ വിളിക്കുന്നത് എന്തിലേക്കാണ്, പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഡയമെൻഷനുള്ള ഒരു ഗ്രാഫിക്സിലേക്കായിരിക്കണം. കാരണം നമുക്ക് വിൻഡോൻ്റെ സൈസ് കിട്ടിക്കഴിഞ്ഞിട്ട് വിൻഡോൻ്റെ ഉള്ളിലായിരിക്കണം ഗ്രാഫിക്സിനെ സെറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസ് മാക്സിമം മിനിമം എന്നൊക്കെ പറഞ്ഞ് ഡയമെൻഷൻസ് കൊടുക്കുന്നു. ആ ഡയമെൻഷൻസിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു സൈസസ് കിട്ടും നമുക്ക്. ആ സൈസിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ G എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ G എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ച് വരയ്ക്കുന്ന എല്ലാ മെത്തേഡുകളെയും വിളിക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ കളർ എന്താണ്, അപ്പോൾ ജാവ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് കളർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാഷനിലുള്ള കളേഴ്സിന്. അപ്പോൾ കളേഴ്സിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള AWT കളർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് AWT കളർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓൾസോ കളറിൻ്റെ കാര്യം നമ്മൾ ജാവ പ്രോഗ്രാമിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി നീഡ് എ കളർ ക്ലാസ്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് കളർ ക്ലാസ്, എങ്ങനെയാണ് നമുക്ക് കളേഴ്സിന്, അത് ഗ്രാഫിക്സ് വരച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർഫുൾ ആക്കുകയാണ്. സോ വി നീഡ് എ കളർ ക്ലാസ്. അപ്പോൾ നമ്മൾ അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ അല്ലെങ്കിൽ പറയുന്നത് എന്താണ്, കളർ ക്ലാസിൻ്റെ ഒരു കൺസ്ട്രക്ടർ എന്താണ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഈ റെഡ് ഗ്രീന് ബ്ലൂവിൻ്റെ മിക്സിംഗ് ആണല്ലോ ഇഷ്ടമുള്ള കളേഴ്സ്. അപ്പം അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0ൻ്റെയും 255ൻ്റെയും ഇടയിലുള്ള വാല്യൂസ് ആവുമ്പോൾ എത്ര വാല്യൂസ് ആണോ റെഡിനും ഗ്രീനിനും ബ്ലൂവിനും കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് റെഡ് ഇൻറ്റ് ഗ്രീൻ ഇൻറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഇതിൻ്റെ മിക്സിംഗ് ആയിരിക്കും നമുക്കൊരു പുതിയ കളർ എന്ന് പറയുന്ന
കളറിൽ കിട്ടുന്നത്. സോ ഇൻ ദിസ് കേസ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈറ്റ് റെഡ് കളർ ആയിരിക്കും. ദെൻ ഇതിനൊരു വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇൻറ്റീജർ വാല്യൂ കൊടുക്കുന്നു. RGB വാല്യൂവിൻ്റെ ബേസിസിൽ ഇൻറ്റ് RGB എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ വാല്യൂ കൊടുക്കുന്നു. അതും എന്തായിരിക്കും, റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ വിത്ത് റെഡ് ഇൻ ബിറ്റ്സ് 16 to 23 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്താണ് റെഡ് ആയിരിക്കും. ഗ്രീൻ ആണെങ്കിൽ 8 to 15, ബ്ലൂ ആണെങ്കിൽ 0 to 7 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു RGB വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ഈ ഇൻറ്റ് കളർ അല്ലെങ്കിൽ ഇൻറ്റ് RGB വാല്യൂവിൽ ഉണ്ടായിരിക്കുക. ദെൻ ഫ്ലോട്ട് വാല്യൂ വെച്ചിട്ട് ഫ്ലോട്ട് റെഡ്, ഫ്ലോട്ട് ഗ്രീൻ, ഫ്ലോട്ട് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വാല്യൂസ് ഫ്ലോട്ട് വാല്യൂസ് എന്തായിരിക്കും 0.0 ആൻഡ് 1.0ൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ഒരു റിലേറ്റീവ് മിക്സിംഗ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ട് കളറൊക്കെ ഇതിനെ വെച്ച് സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് സെറ്റ് ഫോർഗ്രൗണ്ടും സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഈ കളർ അല്ലെങ്കിൽ ഏത് കളറാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രത്യേക രീതിയിലുള്ള കളർ നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മളുടെ അടുത്ത വാല്യൂ ആണ്, അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നതാണ്. ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നസിനെയാണ് നമ്മൾ HSB കളർ മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വീൽ ഓഫ് ഹ്യൂ ഈസ് എ വീൽ ഓഫ് കളറാണ്. കളറിൻ്റെ ഒരു വീലിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്താണ് റെഡ് ഗ്രീൻ ബ്ലൂവിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് മോഡലാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കളേഴ്സിനൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീൽ ഓഫ് കളറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹ്യൂ എന്ന് പറയുന്നത്. ദെൻ ഹ്യൂവിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് 0.0ൻ്റെയും 1.0ൻ്റെയും ഉള്ളിലുള്ള ഒരു നമ്പർ ആയിട്ടായിരിക്കും ഹ്യൂവിനെ നമ്മൾ പറയാം. ഓക്കെ, അതായത് നമ്മളൊരു ആംഗിളിലൂടെയാണ് ഒരു കളർ വീലിൻ്റെ ഒരു ആംഗിളിലൂടെയാണ് നമ്മൾ അതിനെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. ദെൻ പ്രിൻസിപ്പൽ കളേഴ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, ഓറഞ്ച്, റെഡ്, യെല്ലോ പോലത്തെ കളേഴ്സാണ്, ഇൻഡിഗോ വയലറ്റ് പോലത്തെ കളേഴ്സാണ് പ്രിൻസിപ്പൽ കളേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് എന്താണ് കളർ മെത്തേഡ്സ്. ഏതൊക്കെയാണ് കളർ മെത്തേഡ്സ്, അതായത് ഇതന്നെ, അതായത് ഹ്യൂ HSB അല്ലെങ്കിൽ HSB എന്ന് പറയുന്നതാണ് ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നസിൻ്റെ ഷോർട്ടായിട്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഈ RGB എന്ന് പറയുന്ന റെഡ് ഗ്രീൻ ബ്ലൂവിൻ്റെയും HSBയിലേക്ക് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ HSBനെ RGBയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്ന രണ്ട് മെത്തേഡുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക് ഇൻറ്റു HSB ടു RGB, സ്റ്റാറ്റിക് ഫ്ലോട്ട് RGB ടു HSB എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ജസ്റ്റ് ഒരു കളറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദെൻ HSB ടു RGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു RGB വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ആവുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദെൻ RGB ടു HSB എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്ലോട്ട് അറേ ഓഫ് HSB വാല്യൂസ് ആണ് ഉണ്ടാവുക. ഓക്കെ, RGBനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റീജറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഫ്ലോട്ട് വാല്യൂസ് ആണ് നമ്മളുടെ RGBനെ HSBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുക. RGB മീൻസ് നത്തിങ് ബട്ട് റെഡ് ഗ്രീൻ ബ്ലൂ. HSB ഈസ് എ ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഹ്യൂവിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, സാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ്, സാച്ചുറേഷൻ്റെ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.0, ലൈറ്റ് പേസ്റ്റൽസിൻ്റെ ആണ് ടു ഇൻറ്റൻസ് ഹ്യൂസ്, അങ്ങനെയാണ് വരുന്നത്. പേസ്റ്റൽ കളർ, ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ നിന്ന് ഇൻറ്റൻസ് ഹ്യൂ, ഇതാണ് സാച്ചുറേഷനിൽ ഉണ്ടായിരിക്കുക. ദെൻ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നതാണ് 1 എന്ന് പറയുന്നത് ബ്രൈറ്റ് വൈറ്റ് ആണ്, 0 എന്ന് പറയുന്നത് ഈസ് ബ്ലാക്ക് ആണ്, അതാണ് ബ്രൈറ്റ്നെസ്സിൽ വരുന്നത്. അപ്പോൾ ഹ്യൂ എന്താ, സാച്ചുറേഷൻ എന്താ, ബ്രൈറ്റ്നസ് എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് കളർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗെറ്റ് റെഡ്, ഗെറ്റ് ഗ്രീന്, ഗെറ്റ് ബ്ലൂ എന്ന് പറയുന്ന 3 കമ്പോണൻസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ മെത്തേഡ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ റെഡ് ഗ്രീൻ ബ്ലൂ കമ്പോണൻസിനെ നമ്മൾ എടുക്കുന്നത്. ദെൻ RGB കളർ കമ്പോണൻറ്റ് ഫൗണ്ട് ഇൻ ഇൻവോക്കിംഗ് ഒരു ലോവർ 8 ബിറ്റ്സ് ഓഫ് എൻ ഇൻറ്റീജറിനെയാണ് ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. ഗെറ്റ് RGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് ഗെറ്റ് RGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഒബ്റ്റെയിൻ എ പാക്ക്ഡ് RGB റെപ്രസെൻറ്റേഷൻ ഓഫ് എ കളർ. ഓക്കെ, ഈ ഒരു റെഡ് ഗ്രീൻ ബ്ലൂവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് നമ്മൾ ഗെറ്റ് RGB എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് നമ്മളെന്താണ് കളർ മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓൾറെഡി കളർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, സെറ്റ് കളറിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഓൾസോ ഗെറ്റ് കളർ എന്ന് പറയുന്ന കളറിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കളറിൻ്റെ ആയിട്ട് കളർ
കളറിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. അപ്പം ഇതേപോലെ നമ്മൾ കളർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഓരോ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കി, അതാണ് C1 C2 C3 എന്ന് പറയുന്നത്. പ്രോഗ്രാമിലേക്ക് നോക്കുക. അപ്പം അതിൽ നമ്മൾ ഓരോ കളറിനെയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഗ്രാഫിക്സിൻ്റെ സെറ്റ് കളർ C1 എന്ന് പറയുമ്പോൾ C1 എന്ന് പറയുന്ന കളർ എന്താണോ നമ്മൾ ഈ RGB വാല്യൂ വെച്ചിട്ടുള്ള ഒരു കളർ സെറ്റ് ആവും. അങ്ങനെയാണ് ഓരോ വാല്യൂ വെച്ചിട്ട് നമ്മളിവിടെ കളർ